കേരം തിങ്ങുന്ന കേരള നാട്ടിൽ തേങ്ങയ്ക്ക് പൊള്ളുന്ന വിലയാണ്. നല്ല മുഴുത്ത ഒരു തേങ്ങ ലഭിക്കണമെങ്കിൽ രൂപ 50 ചിലവാകും. നല്ല തേങ്ങയാവാൻ ഭാഗ്യവും വേണം. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്കുമതിയല്ലേ, എങ്ങനെ ഉറപ്പു പറയാനാകും എന്ന മട്ടാണ് കച്ചവടക്കാർക്ക്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരുമ്പോഴും കേരളത്തിൽ നാളികേര ഉൽപ്പാദനം തലകുത്തി താഴോട്ട് കൂപ്പുകുത്തുകയാണ്. ഇതാണ് ഇന്നത്തെ കേരള പ്രണാമം ചിന്താശകലങ്ങൾ. പഴയകാലത്ത് മലയാളിയുടെ ഏറ്റവും വലിയ ആദായങ്ങളിൽ ഒന്നായിരുന്നു തേങ്ങ വിൽപ്പന. പല വീടുകളിലും അത്യാവശ്യത്തിന് തേങ്ങ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നാണ് അഡ്വാൻസ് തുക കൈപ്പറ്റി വീട്ടുകാര്യങ്ങളും അപ്രതീക്ഷിത ചെലവുമൊക്കെ നേരിട്ടിരുന്നത്. അന്നൊക്കെ വർഷത്തിൽ 2 തവണയെങ്കിലും തെങ്ങിന് തടമെടുക്കുകയും വളമെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ വലിയ പുരയിടങ്ങളുള്ള വീടുകളുടെ എണ്ണം കുറഞ്ഞു. കൂലി കൂടിയപ്പോൾ തേങ്ങയുടെ വില വളരെ കുറവായതിനാൽ തടമെടുപ്പും വളമിടിയിലുമൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി. നഗരങ്ങളിൽ ഒരു തെങ്ങിൽ കയറുന്നതിന് 100 രൂപയാണ് ഫീസ്. അത്രയും രൂപയ്ക്കുള്ള തേങ്ങ ചിലപ്പോൾ കിട്ടണമെന്നുമില്ല. തെങ്ങിൽ കയറാനും ആളില്ലാതായി. മറ്റു വൃക്ഷങ്ങൾ പിടിക്കാൻ കൂട്ടാക്കാത്ത കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളിലും കേരളത്തിൽ തെങ്ങുകൾ സുലഭമായി വളർന്നിരുന്നു. ഇന്ന് ഇതെല്ലാം ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ മാത്രമല്ല കാരണം. ചെല്ലിശല്യം, കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങളും തെങ്ങ് കൃഷിക്ക് ആരും താല്പര്യം കാട്ടാതിരിക്കാനുള്ള കാരണമായി മാറുന്നു. അതേസമയം കേരളത്തിൽ കുറഞ്ഞ തെങ്ങ് കൃഷി, കേരളവുമായി ചേർന്നതും തെങ്ങ് കൃഷിക്ക് അനുയോജ്യവുമായ മണ്ണുള്ള സ്ഥലങ്ങളുള്ളയിടവുമായ തമിഴ്നാട്ടിൽ കൂടി വരികയാണ്. കേരളത്തിൽ വിൽക്കുന്ന തേങ്ങയ്ക്ക് പുറമെ അതിനേക്കാൾ വിലയുള്ള കരിക്കും അവിടെ നിന്നാണ് ഭൂരിപക്ഷവും വരുന്നത്. തേങ്ങ വില ഇങ്ങനെ കുതിച്ചുയരുകയും വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ ഉയരുകയും ചെയ്താൽ സാധാരണക്കാരായ മലയാളികളുടെ കുടുംബ ബഡ്ജറ്റ് തകിടം മറിയും. തേങ്ങയുടെ വില പിടിച്ചു നിർത്താൻ ഇറക്കുമതി ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടാൻ കേരഫെഡ് ഉൾപ്പെടെ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 180 രൂപയും തേങ്ങയ്ക്ക് 32 രൂപയുമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണ വില 430 മുതൽ 470 രൂപ വരെയും തേങ്ങയ്ക്ക് 78 മുതൽ 85 രൂപ വരെയുമായി. മലയാളികളുടെ കറികൾക്ക് നിത്യേന ഉപയോഗിക്കുന്നവയാണ് ഇവ രണ്ടും. ഇവയുടെ വിലക്കയറ്റത്തിന്റെ പൊള്ളൻ അനുഭവിക്കേണ്ടി വരുന്ന കേരളത്തിൽ തെങ്ങ് കൃഷിക്കായി കോടികളുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ നാളികേര ഗവേഷണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം. ഇതൊക്കെ കൊണ്ട് കേര കർഷകർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നതിനെക്കുറിച്ചും ഒരു ഗവേഷണം ആവശ്യമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൃഷിവകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയായതിനാൽ മായം ചേർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നുണ്ട്. ഇതിനെതിരെയും അധികൃതർ ജാഗ്രത പുലർത്തണം.